ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും വിജയ റേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ 2 വർഷം മുന്നേ വന്നിട്ടുണ്ട്. 2024 നമ്മൾ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ? പിന്നെ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അതാണ് ഞാൻ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ആ ഒരു മലയിലാണ് നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര പടികളായിരുന്നു? ഇത് 1200 സംതിങ് പടികൾ അന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും 1216 നമ്മൾ അത്രയും പടികൾ കയറി മേളിൽ നമ്മുടെ പളനി പോലെയൊക്കെ സാമ്യം തോന്നുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ ജസ്റ്റ് അന്ന് നമ്മൾ വന്ന സമയത്ത് ചെറുതായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറുതായിട്ടൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് നമ്മൾ ആ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് തന്നെയാണ് നമ്മൾ അന്ന് വിട്ടുപോയി. എന്ന് പറഞ്ഞാൽ ഇത്രയും കയറ്റം നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ, നമുക്ക് നോർമലായിട്ട് നടന്നു പോകാനേ പറ്റത്തില്ല. ഇത്രയും ഈ ഒരു സ്ഥലത്തോട്ട് സാധനങ്ങളൊക്കെ കൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്നത് നമ്മൾ അന്ന് കണ്ടിട്ട് നമ്മൾ അതിശയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം പണികൾ കുറേയൊക്കെ കഴിഞ്ഞു, ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ചൊക്കെ പണികൾ തീർന്നിട്ടുണ്ട്. അപ്പം എന്തായാലും 2 വർഷമായി. നമുക്ക് ഇപ്പോഴത്തെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ വന്നതാണ്. അപ്പോൾ അമ്പലത്തിലേക്കുള്ള യാത്രയും അങ്ങോട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത്. നമ്മൾ 2 വർഷം മുന്നേ വന്ന സമയത്ത് ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ആയി തുടങ്ങി. എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വന്നു തുടങ്ങിയല്ലേ. എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അത്യാവശ്യം നമ്മൾ അന്ന് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ആൾക്കാരെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പ് കയറി പോകുന്ന കൂടിപ്പോയ ഒരേ സമയത്ത് കൂടിപ്പോയ 2-3 പേരൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നിൽക്കുമ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ആ സ്റ്റെപ്പ് കാണാൻ പറ്റും. സ്റ്റെപ്പ് നോക്കുമ്പം തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മലയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല. തോരണമല എന്നാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ പണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ പണ്ട് വന്ന സമയത്ത് ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇൻട്രോ എടുത്ത് നമ്മൾ അവിടെ ഒരു വയലൊക്കെ ഉണ്ടായിരുന്നു. ആ വയലിൻ്റെ അടുത്തൊക്കെ വെച്ചാണ് നമ്മൾ ഇൻട്രോ എടുത്തത്. ലേറ്റ് ആയിരുന്നു. നമ്മൾ 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. പക്ഷേ ഇപ്പോൾ സമയം 6:45 നമ്മളിവിടെ എത്തി. നമ്മളിനിപ്പോൾ നേരെ ഇപ്പം മഴ പെയ്യാനുള്ള ചെറിയ കോളുമുണ്ട്. നമ്മൾ അന്ന് വന്ന സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ആയിരുന്നു. നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഏകദേശം 11 മണിയൊക്കെ. അപ്പോഴത്തേക്ക് നല്ല വെയിലായി അല്ലേ. വെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ എത്ര മണിയോടെ അന്ന് ഉണ്ടായിരുന്നു? 2 മണിയോ 2:30 മണി വരെ ഈ അമ്പലത്തിലോട്ട് കയറ്റി വിടത്തുള്ളൂ. ഞാൻ അത് ബാക്കിയുള്ള 3 മണി വരെയാണ് തോന്നുന്നു. അതായത് 4 മണിക്ക് അമ്പലം ക്ലോസ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് 1 മണിക്കൂർ നടക്കാനുള്ള സമയം എടുക്കും. 3 മണിക്ക് വരരുത്, നമുക്ക് 1 മണിക്കൂർ കൊണ്ട് കയറാൻ പറ്റില്ല, വെയിലൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ അന്നും രാവിലെയാണ് വന്നത്. നമ്മൾ രാവിലെ കുറച്ചുകൂടെ ലേറ്റായി. പക്ഷേ ഇന്നിപ്പം കുറച്ചുകൂടെ നേരത്തെ നമ്മൾ എത്താൻ പറ്റി. അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തോരണമലയുടെ കാർ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഓരോ കാറൊക്കെ വന്നുകൊണ്ടിരിപ്പുണ്ട്. കാറുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിനക്കിപ്പോൾ കണ്ടിട്ട് എന്തൊക്കെ തോന്നിയത്? ഈ ഒരു കൊച്ചു അമ്പലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയും പോലെ നമ്മുടെ ഈ ഒരു കൊച്ചു അമ്പലത്തിൽ എന്തൊക്കെയാണ് 2 വർഷം കൊണ്ട് സംഭവിച്ചതെന്ന് പറയാൻ ആ ഒരു രീതിയിൽ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അമ്മാതിരി മാറ്റമല്ലേ. ഈ കാർ പാർക്കിംഗ് അന്ന് ഇവിടെ ഒരു ഈച്ച പോലും ഇല്ല, ആരും ഇല്ലായിരുന്നു. നമ്മളിവിടേക്ക് വന്ന് വെറുതെ നോക്കിയിട്ട് പോയി. അന്ന് നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1-2 വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചു നേരം നോക്കി നിന്നിട്ടാണ് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള കുറച്ച് സ്ഥലം കിട്ടിയത് തന്നെ. എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് ഭയങ്കരപ്പെട്ട ഒരു മാറ്റമാണ് ഈ ഒരു അമ്പലം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ കണ്ണ് തല്ലിപ്പോയി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കും, വണ്ടി പാർക്ക് ചെയ്യാൻ, ബൈക്ക് വെക്കാനുള്ള സ്ഥലമില്ല. അത്രയും നമ്മളൊരു 2 മിനിറ്റ് നോക്കി നിന്നിട്ടാണ് ഒരു ബൈക്കിന്റെ ഗ്യാപ്പ് കിട്ടിയത് തന്നെ. അന്ന് നമ്മൾ വെറുതെ അവിടെ വന്നിട്ട് ഇവിടെ വയ്ക്കണോ എവിടെ വേണോ വയ്ക്കായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, തിരക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതല്ല. എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ അമ്പലം എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം കൂടെ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു അമ്പലം തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും, അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാവും. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മുടെ ബൈക്ക് പാർക്കിംഗ്. അന്ന് നമ്മൾ എവിടെ വേണോ ബൈക്ക് വയ്ക്കായിരുന്നു. അത്രയും വലിയ മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. நம்ம பகவான மனசார வேண்டிக்கங்க. அந்த வட்சராஜ பூஜை, சுனை தீர்த்தம், சத்த வழிபாடு, சூரிய வழிபாடு எல்லாமே ஜாதகத்தில்
தோஷங்கள் எல்லாமே விலகிறத ஒரு ஐதீகம். சூரிய வழிபாடு பண்ணாலே நம்ம ஜாதகத்தில் இருக்கக்கூடிய தோஷம் போகிறத ஒரு ஐதீகம். അന്ന് നമ്മൾ വന്ന സമയത്ത് ഇത്രയും കടകളൊന്നും ഇല്ലായിരുന്നു. ആ ഇവിടെ 1-2 കടകൾ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 10 രൂപ വാങ്ങിക്കാനായിട്ട് അങ്ങനെ 500 രൂപ ശമ്പളം കൊടുത്ത് നിർത്തും. അതുകൊണ്ടന്ന് ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ 10 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് കാരണം വേറെ സാധനം ബൈക്കിലാണ് വന്നത്. 10 രൂപ മേടിക്കാറുണ്ട്. ഇത് നമ്മൾ ബൈക്കിന് വേണ്ടി എടുത്ത പാസ്സാണ്. 10 രൂപയാണ് ബൈക്കിൻ്റെ പാസ്. അപ്പോൾ അന്ന് നമ്മൾ വന്ന സമയത്ത് നമുക്കിവിടെ പാസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 10 രൂപ പാസ്സുണ്ട്. അപ്പോൾ നല്ല മാറ്റമാണ് ഓൾറെഡി സംഭവിച്ചിരിക്കുന്നത് ഇവിടെ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ ഇവിടെ കയറി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണം. കാരണം പറയാൻ പോകുന്നു. പക്ഷെ എന്തായാലും ഈ ഒരു മാറ്റം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റേ ആവുന്നില്ല. ഭയങ്കര മാറ്റമായി ഇപ്പോൾ അല്ലേ? 2 വർഷം കൊണ്ട് ഇത്രയും മാറ്റം. നമ്മൾ ഏകദേശം പകുതിയോളം സ്റ്റെപ്പ് നമ്മൾ മുകളിൽ കയറി. അപ്പോൾ ആ കയറി വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇനി കുറച്ചുകൂടെ കയറാനുണ്ട് മുകളിലോട്ട്. ക്ഷീണമുണ്ടോ? ഇല്ല, അറിയില്ല. എത്താറായെന്നല്ലേ പറഞ്ഞു. പിന്നെ എന്ത്, കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇരുന്നൊക്കെ ഓർമ്മ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ, നമ്മൾ എത്താറായി. കൊടുക്കുമ്പോൾ തന്നെ 2000 എക്സ്ട്രാ വരുമോ? നമ്മൾ ഏകദേശം നടന്ന് നമ്മൾ ഉള്ളോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ അന്ന് വന്ന സമയത്ത് ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ അതിനെ വലുതാക്കി അതിൻ്റെ പ്രതിഷ്ഠ അകത്താണ്. അപ്പോൾ അന്ന് ഇത്രയും ഭാഗങ്ങളൊന്നും പണിയൊന്നും നടപ്പില്ലായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 5 വർഷം കൂടെ കഴിയുമ്പോൾ ഏകദേശം വലിയൊരു അമ്പലമായിട്ട് ഇത് റെഡിയാവും. അപ്പോൾ നല്ലൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെല്ലാം കൊടുത്തേക്കാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും അന്നത്തെ ഇന്നത്തെ വ്യത്യാസം. ഓപ്പൺ ആക്കി പാട്ടൊക്കെ കിട്ടി. വന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുൾ ഓപ്പൺ ആയിരുന്നു.
ഇപ്പോഴാണ് ഇതെല്ലാം കെട്ടി. നിങ്ങൾക്ക് ആ പഴയ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാറ്റം എന്താണെന്നുള്ളത്. ഇതെനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നേർച്ചയും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. തൊട്ടിലൊക്കെയാണ് ഇത് ഇവിടെ കെട്ടിയിരിക്കുന്നത്, നേർച്ചയായിട്ട് കെട്ടിയിരിക്കുന്നത്. തൊട്ടിൽ, വള, കുപ്പിവള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് അമ്പലത്തിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് നടന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പകുതിയായില്ലേ? ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. ഇല്ല, നമുക്ക് താഴോട്ട് ഇറങ്ങാം. ആ കാണുന്നതാണ് നമ്മുടെ തോരണ വില. അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ നേരെ താഴെ ഇറങ്ങിയായിരുന്നു. സ്റ്റെപ്പെല്ലാം ഇറങ്ങി താഴെ വന്നു. എങ്ങനെയുണ്ടായിരുന്നു കയറിപ്പോയത്? കയറിപ്പോയതെല്ലാം കുഴപ്പമില്ല, വെയിലൊന്നും ഇല്ലല്ലോ. വലിയ വെയിലൊന്നും ഇല്ല. നമ്മൾ 8 മണിക്ക് ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ? 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 10:30 ആയപ്പോൾ തിരിച്ചെത്തി. നമ്മൾ പതുക്കെയാണ് വന്നത്. പിന്നെ അധികം സ്പീഡിലൊന്നും അല്ല കയറിയത്, പതുക്കെയല്ലേ കയറി. പിന്നെ തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് 2 വർഷം മുന്നേ വന്ന സമയത്ത് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ അവിടുത്തെ ഒരു ഇതേ മാറിയില്ലേ, അമ്പലത്തിൻ്റെ സ്ട്രക്ചറേ മൊത്തത്തിലങ്ങ് മാറി. പണ്ടാണെങ്കിൽ ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ബിൽഡിങ്ങിലാണ് അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ആ ഒരു അമ്പലം നല്ല വലിയ രീതിയിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല മാറ്റമില്ലേ, അവിടെ മറ്റേ ഒരു കാൽപാദമൊക്കെ പതിഞ്ഞ ഒരു സ്ഥലമുണ്ടല്ലോ, അന്ന് ഓപ്പണായിട്ട് കിടന്നിരുന്നത്. അതെ. ഇപ്പം അതിന് ചുറ്റും ഇതൊക്കെ കെട്ടി, ബിൽഡിങ്ങൊക്കെ കെട്ടി. പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു നെഗറ്റീവ് ഫീൽ അടിച്ചെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2024 വന്ന സമയത്ത് നമ്മൾ മുകളിൽ ചെന്ന് ഫ്രീ ആയിട്ട് വീഡിയോസൊക്കെ എടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം അവർ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അവരെ പെർമിഷൻ എടുക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മൾ മുകളിൽ അതിൽ ഇവരുടെ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് അറിയത്തില്ല അല്ലേ? സ്റ്റാഫ് ഏതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതൊരു നെഗറ്റീവായി തോന്നി. പണ്ട് നമ്മൾ വന്ന സമയത്ത് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരു പുള്ളിക്കാരുണ്ടായിരുന്നു. നമുക്ക് കുറേ ഫുട്ടേജ് ഇങ്ങോട്ട് തന്നു. അതായത് ഹെലിക്യാം ഷോട്ടൊക്കെ നമുക്ക് ഇങ്ങോട്ട് തന്നായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ വീഡിയോസിൽ ആഡ് ചെയ്യണം, എന്നിട്ട് നമ്മുടെ അമ്പലത്തിനെ കുറിച്ച് നന്നായിട്ടൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞ ആ ഒരു അമ്പലത്തിൽ നമ്മളിപ്പോൾ വന്നപ്പോൾ നമ്മൾ പെർമിഷൻ എടുക്കണം. വീഡിയോസ് എടുക്കാൻ പാടില്ല, ഫോട്ടോസ് എടുക്കാൻ പാടില്ല, എല്ലാത്തിനും നമ്മൾ പെർമിഷൻ എടുത്താലേ നമുക്ക് ക്യാമറയും ഇതൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബൈ ചാൻസ് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിലും, ഈ തോരണമേൽ വരുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പെർമിഷൻ എടുത്തിട്ട് വീഡിയോ എടുക്കാവൂ അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ഇനി ഓഫീസിൽ പോയി ചോദിക്കുമ്പോൾ എന്താണെന്നുള്ളത്, നമ്മളിപ്പോൾ ഓഫീസിലൊന്നും പോയി ചോദിച്ചില്ല. നമുക്ക് കിട്ടിയ ഷോട്ടൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പിന്നെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്? ഒരു അതായത് എന്താ പറയുക, ഈ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു അമ്പലവും നമ്മളിപ്പോൾ വന്ന അമ്പലവും നമ്മൾ നേരിട്ട് കണ്ടതാണ്. നമ്മൾ ആരും പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് ആരും പറഞ്ഞു തന്നതല്ല, നമ്മൾ രണ്ടുപേരും നേരിട്ട് കണ്ട സംഭവമാണ്. ഇത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മാറ്റമാണ്. അതായത് നമ്മൾ ജസ്റ്റ് ആദ്യമേ കണ്ടില്ലേ, ഇവിടെ പാർക്കിങ്ങിൽ വന്നപ്പോൾ ഉള്ള സംഭവം തന്നെ കണ്ടില്ലേ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നോ എന്നുള്ളൊരു ചിന്തയാണ്. അന്ന് നമ്മൾ രണ്ടും പിന്നെ വേറെ ഒരു 4-5 പേര്, അതായത് ഈ ചുറ്റുവട്ടത്തുള്ള ഒരു 4-5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള തിരിച്ചിറങ്ങിയപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഇത്രയും തിരക്കൊന്നുമില്ല. നോർമലി നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു ചെറിയ അമ്പലത്തിൽ വരുന്ന അതേപോലെ ചുറ്റുവട്ടത്തുള്ള ഒരു 4-5 പേരോ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും തിരക്കാണ്. ഇനി സൺഡേ ആയതുകൊണ്ടാണോ? എന്നാലും സൺഡേ ആയതുകൊണ്ടൊന്നല്ല. ഇവിടുത്തെ കടകളുടെ എണ്ണം തന്നെ കാണുമ്പോൾ പറഞ്ഞുകൂടി, കടകൾ ഒരുപാട് കടകളുണ്ട്. അത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും വാങ്ങിക്കാൻ പറ്റില്ല. ഇവർ ഓഫീസിൽ നിന്നാണ് നമുക്ക് കുടിക്കാനൊക്കെ വെള്ളം, അന്ന് കഴിക്കാൻ പായസമൊക്കെ തന്നതാണ്. അങ്ങനെ ഭയങ്കര ഒരു വ്യത്യാസമാണ്.
2 വർഷം കൊണ്ട് ഇത്രയും വലിയ വ്യത്യാസമാണ്. അവരെന്തായാലും ഈ അമ്പലത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് എന്നുള്ളൊരു സംഭവം ചെയ്തിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ അമ്പലത്തിലെ ആൾക്കാർ അവരുടെ സംഘടന ഉണ്ട്. അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഭവം ഈ പഠിക്കാൻ സഹായിക്കുക, അങ്ങനെയുള്ള പിന്നോക്കം നിൽക്കുന്ന സ്പോർട്സ് ആക്ടിവിറ്റിയും അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ആൾ വരുന്നത് തന്നെയാണ് നല്ലത് തന്നെയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഫണ്ട് ഒരു വലിയ ആവശ്യമാണ്. കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഇനി ആൾക്കാർ വന്ന് ഹെൽപ്പ് ചെയ്യുക തന്നെ വേണം. അമ്പലത്തിൽ നമുക്ക് ഭക്തി മാർഗം വഴിയുള്ള ഒരു ഇതുകൊണ്ട് പിന്നെ വരുമാനം വേണമല്ലോ. എല്ലാ കാര്യങ്ങൾക്കും മുമ്പോട്ട് പോകാനായിട്ട് ഒരു വരുമാനം വേണം. അപ്പോൾ അതിനായിട്ട് ആൾ വന്നേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അവർ സക്സസ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരിത്. എന്തായാലും അവരെ മാർക്കറ്റിംഗ് നന്നായിട്ട് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ഈ പത്രത്തിലും വീഡിയോസും പത്ര കട്ടിങ്സ് കൂടുതലും ഇവരുടെ അവരെ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളതെല്ലാം അവരിവിടെ ഫ്ലക്സ് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഇന്ന പത്രങ്ങളിൽ നമ്മുടെ ഈ ന്യൂസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫ്ലക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും അവർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അമ്പലത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ ടീം ആൾക്കാർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അന്നേ പുള്ളി പറയുമായിരുന്നു. നമ്മൾ അന്ന് സംസാരിച്ച സമയത്ത് ഇതിൻ്റെ ഒരു സംഘാടകരായിട്ട് സംസാരിച്ച സമയത്ത് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഈ കുട്ടികൾക്ക് സഹായം ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അന്നേ അവർ പറഞ്ഞു, അപ്പം എന്തായാലും കുറച്ചാൾ കഴിയുമ്പോൾ ഈ അമ്പലം വലുതാവും, നിങ്ങൾ പിന്നെയും വരണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അന്ന് ഇവിടുന്ന് പോയതല്ലേ. പക്ഷേ ഇത്രയും മാറ്റം വെറും കുറഞ്ഞ 2 വർഷം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും എനിക്കൊരു 5 വർഷമൊക്കെ ഏകദേശം ആവും ഒരിക്കലും ഇതൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും പണി അവിടെ തൂണൊക്കെ വെട്ടിയിട്ട് പണി ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അവർ പെർമിഷൻ ഇല്ല. അപ്പം എന്തായാലും ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൊത്തം പണിയും എല്ലാം തീരുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ പളനി പോലെയൊക്കെ ഒരു വലിയൊരു അമ്പലവും നല്ലൊരു പേര് കേട്ട ഒരു ഇതാവും. പിന്നെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഈ തോരണമലയുടെ ഫ്ലക്സും ബോർഡും കാര്യങ്ങളും വരുന്ന വഴിയും കാര്യങ്ങളും എത്ര കിലോമീറ്റർ ഇനി ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ അവിടുന്ന് വന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായില്ല, നമുക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം അവർക്ക് വരുമാനം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരുമാനം വന്നപ്പോൾ തന്നെ അതിൻ്റേതായ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനി ഫുൾ പണിയും കഴിഞ്ഞിട്ടൊക്കെ വരാമല്ലേ. എന്നൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ ഉള്ള ചാൻസ് വളരെ കുറവ്. പിന്നെ പെർമിഷൻ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളെന്തായാലും പെർമിഷൻ ഒന്നും ചോദിച്ചില്ല. നമ്മളിപ്പോൾ അവിടെ കയറി ജസ്റ്റ് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. പെർമിഷനൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ 4-5 വർഷം കഴിഞ്ഞിട്ടൊക്കെ നമുക്കിനി വരാം. അപ്പോഴത്തേക്കും ഇവിടെ ഏകദേശം പണിയെല്ലാം പൂർത്തിയാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ള വീഡിയോയും കാര്യങ്ങളും പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ. നമ്മൾ രാവിലെ 3:45 ആയപ്പോൾ തിരിച്ചു. ഇവിടെ ഒരു 6:45 ആയപ്പോൾ നമ്മളിവിടെ എത്തി. പിന്നെ നമ്മളിവിടെ പാർക്കിംഗ് ചെയ്തിട്ട് പതുക്കെ ഒരു 7-7:30 കഴിഞ്ഞപ്പോൾ കയറി തുടങ്ങി. തിരിച്ച് നമ്മളിപ്പം ഇറങ്ങിയ സമയം എന്ന് പറയുമ്പോൾ 10:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.